ആഘോഷിക്കുന്ന ശ്രീമതി കല്യാണി ഭാസ്കരൻ ചടങ്ങ്, അതുപോലെ തന്നെ വേദിയിലെ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രീ കുറുക്കഞ്ചേരി ശിവക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗം കൂടിയായ പ്രകാശൻ തോന്നിയത്, നിങ്ങളുടെ തറവാടിൻ്റെ മുതിർന്ന കാരണവരെ കെ ജി ബാലകൃഷ്ണൻ അവർ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബന്ധുമിത്രാദികളും സ്നേഹം നിറഞ്ഞ മറ്റുള്ളവരുമൊക്കെ എല്ലാവർക്കും എൻ്റെ സ്നേഹാദരവുമുള്ള പോയി. 2 മാസം മുമ്പാണ് പ്രസാദനോട് ഈ പരിപാടി ബുക്ക് ചെയ്യുന്നത്. 80ാം പിറന്നാൾ ആഘോഷം കുറുക്കഞ്ചേരി വെച്ച് നടത്തുന്നു. സത്യം പറഞ്ഞാൽ കുറുക്കഞ്ചേരി എല്ലാവരും എനിക്കിഷ്ടം ഇരിക്കാൻ പറയുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, പരിപാടി കഴിഞ്ഞ് പെട്ടെന്ന് പോകാം. രണ്ടാമത്തത്, ഇതിലെയും വലിയൊരു സദസ്സ് ഞങ്ങൾക്ക് അവിടെ സംഘടിപ്പിക്കാനും കഴിഞ്ഞു. കാര്യം, ഈ സ്ഥലവുമായിട്ട് എനിക്കുള്ള ബന്ധം വളരെ വലുതാണ്. വർഷങ്ങളായിട്ട് ഈ കുറുക്കഞ്ചേരിയിലെ എല്ലാ മാസം തോറും പ്രഭാഷണം നടത്താൻ എത്തിച്ചേരുന്ന എനിക്ക് സ്ഥലത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമുണ്ട്. ഒപ്പം ഇതിന് മന്ദഗതിക്കാണ്. എന്തായാലും ഇതിനു മുമ്പ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ 80ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് ഇതേ വേദി തന്നെയാണ്. ഒരു 2 വർഷത്തിന് മുമ്പ് തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധനായ ചൈതന്യാനന്ദ സ്വാമികളുടെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന ഒരു കൂറ്റൻ പരിപാടി. 1000കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാസദസ്സായിരുന്നു. അതിലുപരി അനവധി സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്ത ഒരു മഹാസദസ്. അത് കഴിഞ്ഞ് ഞാൻ പങ്കെടുക്കുന്ന ഒരു 2ാമത്തെ പിറന്നാൾ ആഘോഷം കൂടിയാണ് ഇത്. അതിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ് ഈ പരിപാടിയെങ്കിലും ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് ഒരു മാതൃത്വത്തിൻ്റെയാണെന്നുള്ളത് പ്രത്യേകതയാണ്. ഒരാൾ ഒരു ദിവസം എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ അമ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനിവിടെ വഴികണക്കിയുടെ ഭജന പാടുന്നത് ദേവീസ്തുതിയാണ്. അമ്മയെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അർത്ഥം ശരിക്കും അറിയില്ലെങ്കിലും നമ്മൾ അമ്മ എന്ന് ഉച്ചരിക്കുന്നതാണ്. അമ്മയിലെ ആദ്യത്തെ അക്ഷരം അകാരം എന്നുള്ളത് വിഷ്ണു പ്രതിപാദകമാണ്. മായ എന്ന് പറയുന്നത് മായാശക്തി ലക്ഷ്മി ദേവിയുടെ സ്വരൂപം. അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? സാക്ഷാൽ ലക്ഷ്മി. പക്ഷേ 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരളത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ നമ്മളൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇന്ന് അമ്മമാരുടെ നില എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ആശ്ചര്യം നമുക്കുണ്ട്. ആ നിലയിൽ 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന ശ്രീമതി കല്യാണി ഭാസ്കരന്റെ ഈ പിറന്നാൾ ആഘോഷം എന്തുകൊണ്ടും ചരിത്ര രേഖയിൽ രേഖപ്പെടുത്താവുന്ന ഒന്നാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 80 വയസ്സ് വരെ ഇനി ജീവിച്ചിരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാര്യം, ഭർത്താക്കന്മാരുടെ സ്വഭാവം മാറിക്കൊണ്ട് ഭാര്യമാരുടെ സ്വഭാവം മാറിക്കൊണ്ട് പണ്ട് കാലത്തെ കാരണവന്മാർ ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ്. ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാകണമെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ശരിക്കും മുറം പോലെയാണ്. നിങ്ങൾ മുറന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് മുറം അറിയില്ല. ഒരു പക്ഷേ നമ്മുടെ 80ാം പിറന്നാൾ കൈ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുഴവി കണ്ടിട്ടുണ്ടാകില്ല.
എല്ലാം സ്വിച്ചിന്റെ സംവിധാനമായപ്പോൾ നാം എല്ലാം മറന്നു. എങ്കിലും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം, നെല്ല് പാറ്റാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ഈ മുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിട്ട്